ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നവർ ബുദ്ധിദോഷം സംഭവിച്ചവരല്ലാതെ മറ്റാരാണ്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഈ ലോകത്ത് പ്രവാചകർ ഇബ്രാഹിം നബിയെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, നാളെ പരലോകത്ത് ഇബ്രാഹിം നബി സതീർത്ഥരായ അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ടവരാണ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീ, ഇബ്രാഹിം നബി അവിടുത്തെ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തു. യാക്കൂബ് നബിയും പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇത് പ്രവാചകന്മാരുടെ മക്കളോട് പറഞ്ഞ ഉപദേശമാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോവരുത്. മരണം വരെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ ഒരുപാട് സമയമെടുത്തെന്ന് വരും. ചിലക്ക് വളരെ പെട്ടെന്ന് കയറും. ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും. ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു 20 കൊല്ലം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് സ്വഹാബിയായ ആളാണ് മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ടെന്റിലേക്ക് അന്ന് വന്നില്ലേ? മക്കം ഫതഹിന്റെ സമയത്ത് നബി തങ്ങളുടെ ടെന്റിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇസ്ലാം സത്യമാണെന്ന്? പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, കഴുത്തിൽ നിന്ന് തലങ്ങ് പോയാൽ ഈ സംശയം പോകും എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഉമർ, അങ്ങനെ പറയരുത്. ചില ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ ഒരുപാട് കാലം, അങ്ങനെയാണ് പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഒരുപാട് കാലം പ്രവർത്തിച്ച് പിന്നെ മനസ്സിലായത്, റബ്ബേ, ഞാൻ ഈ ചെയ്തതൊക്കെ, ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ എന്തോ വേണ്ടാത്തതിനായിരുന്നു, ശരിയായില്ലല്ലോ. പിന്നീട് തെളിയും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. ഉൾക്കാഴ്ച ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് ഒരുപാട് സമയമെടുക്കും. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മരണദൂതർ വന്ന നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നബിയേ? നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. മലക്കുൽ മൗത്ത് മഹാനായ യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സമയം യാക്കൂബ് നബി മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളുടെ പടച്ചവൻ ആരാണ്? ഖാലൂ,
അവര് പറഞ്ഞു നഅ്ബുദു ഇലാഹക, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. وإله آبائك إبراهيم وإسماعيل وإسحاق, നിങ്ങളുടെ പ്രപിതാക്കന്മാർ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇലാഹായ ആരാധ്യനായ അല്ലാഹുവിനെയാണ്. ഇലാഹം വാഹിദ, ഒരേ ഒരുത്തനെ, ഒരുപാട് ദൈവങ്ങളെയല്ല, ഒരുപാട് ആളുകളെ പൂജിക്കുകയല്ല, ഒരേ ഒരുത്തനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും ഞങ്ങൾ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായിരിക്കുമെന്ന് യാക്കൂബ് നബിയുടെ മക്കൾ മഹാനായ യാക്കൂബ് നബിയോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയേ. വാപ്പമാര് മക്കളോട് ഉപദേശിക്കേണ്ടത്, എന്റെ കാലശേഷം നിങ്ങളുടെ ദീൻ എന്തായിരിക്കും, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലാഹുവിനെ ഭയപ്പെടുമോ ഇല്ലയോ? ഇങ്ങനെ വാപ്പമാർ മക്കളോട് യാത്രാമൊഴി പറഞ്ഞു പോകുന്ന നേരത്ത്, ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളോട് അവസാനം യാത്ര പറഞ്ഞു പിരിയുന്ന നേരത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകൾ, തദ്കീർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നവർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുന്നവരാണ്. കലിമ ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി വഴിപ്പെടാനർഹനായി മറ്റാരുമേ ഇല്ല എന്ന തൗഹീദിന്റെ വചനം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചൊല്ലി നോക്കാത്തവന് എങ്ങനെയാണ് മരണനേരത്തത് ചൊല്ലാൻ കഴിയുക? തഹ്ലീല് ദിവസേന ചൊല്ലി നോക്കാത്തവർക്ക് മരണമാസന്നമാകുന്ന നേരത്തത് ചൊല്ലാൻ കഴിയുമോ? يا رب قائلة يوما وقد تعبت أين الطريق إلى حمام منجابي, മഞ്ചാബിയുടെ കുളിപ്പുര എവിടെയെന്ന് ചോദിച്ച് ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നപ്പോ ഇത് തന്നെ മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കവേ അവൾ ഓടി രക്ഷപ്പെടുകയും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് ആ പെണ്ണിനെ കാണാൻ കൊതിയൂറി നടന്ന് മരണം വരെ എവിടെയാണ് ആ പെണ്ണെന്ന് ചോദിച്ചു നടന്ന ഈ മനുഷ്യനെ അന്നൊരിക്കൽ ആ പെണ്ണ് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ ഹർസം മിനൽ ബാബി ഔ ഖുഫ്ലൻ മിനദ്ദാരി. ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കടത്തി കൊണ്ടുവന്നപ്പോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം ഒന്ന് ആവേശത്തിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മദ്യം കൊണ്ടുവാ എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാൻ അയാളെ പറഞ്ഞയച്ച മാത്രയിൽ തടി രക്ഷപ്പെടുത്തിയ ആ പെണ്ണ് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്, എന്തടോ എന്ത് മണ്ടത്തരം ചെയ്തു, ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കായിരുന്നപ്പോ ഒരു കാവൽക്കാരനെ വീടിനൊരു പൂട്ടോ ചെയ്യാതെ നീ ഒറ്റക്ക് ഓടിയില്ലേ, ഞാനന്ന് രക്ഷപ്പെട്ടതാണ് എന്നീ പെണ്ണിങ്ങനെ പറഞ്ഞ മറുപടി കൂടി ആയപ്പോ ആകെ ഭ്രാന്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഈ പ്രേമകാവ്യം പാടി നടന്ന ആളാണ്. മരിക്കുന്ന സമയത്ത് തന്റെ നാട്ടുകാരും ഗുണകാംക്ഷികളും മുഴുവൻ പറഞ്ഞു വന്ന് വയസ്സാൻ കാലത്ത് മരിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഒന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ ചൊല്ലി മരിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഇബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ക്ഷീണിച്ച് തളർന്നു വന്ന ആ സുന്ദരി പെണ്ണെവിടെ? ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തു നോക്കണം. സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അല്ലാഹുവിലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരി കുട്ടികളെ, പ്രായമുള്ളവരെ അല്ലാത്തവരെ മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ടതിന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും. ഈ മഞ്ചാബിക്കാരന് പറ്റിയ പോലെ കലിമ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പുര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട്. ഇസ്ലാം